10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ തന്നെ സ്കൂളിലെത്തണം, അല്ലെങ്കിൽ നമുക്ക് അസംബ്ലിയിൽ നിൽക്കാൻ പറ്റില്ല, ഫൈനും കൊടുക്കണം. സ്കൂളിൽ പോണതല്ല, ഞങ്ങളിന്ന് ഡോക്ടറെ കാണാൻ പോണതാണ്. അച്ഛനല്ലേ ഡോക്ടറെ കാണാൻ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് എത്തിയെങ്കിലും താലൂക്കിലുള്ള ആശുപത്രിക്കാരൊക്കെ അവിടെ കറക്റ്റ് സമയത്ത് എത്തി ക്യൂവിൽ നിന്നിട്ടുണ്ടായി. ഒരു അരമണിക്കൂറോളം നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചീട്ട് കിട്ടിയത്. ഈ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ നമ്മൾ പോകുമ്പോഴേ നമുക്ക് കാണേണ്ട ഡോക്ടർ ചിലപ്പോൾ ആ കോളത്തിലുണ്ടാവില്ല. അതായത് എല്ലാ ഡോക്ടർ ആബ്സെൻ്റ് എന്നുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോഴായിരിക്കും അവർ നമ്മളോട് പറയുക ജനറൽ ഒ പിയിലേക്ക് ടിക്കറ്റ് വേണമെന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ടാവും, അത് അവർ കൂട്ടിച്ചേർത്ത് പറയില്ല. ജനറൽ ഒ പിയിൽ ഡോക്ടർ എന്ന് എല്ലാ ഡോക്ടറാണ് എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ. ദൂരം കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഡോക്ടറോട് തന്നെ വിളിച്ച് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം ഡോക്ടർ ഇന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ളത്. എല്ല് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പല്ല് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ തരം ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റിലേക്കാളും എടുക്കുന്ന സമയം കൂടുതൽ നമുക്കെടുക്കും. അവിടെ നമ്മൾക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിനും ആളുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷേ പിന്നെ എല്ലാത്തിനും നമുക്ക് ഓരോ സെക്ഷനിലേക്ക് ഒന്ന് ബുദ്ധിമുട്ടി ചെല്ലണമെന്ന് മാത്രം. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കാണെന്നറിയാലോ. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴും അതേ അസംബ്ലി ലൈൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്ന് സ്കൂളിൽ കയറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. പരീക്ഷ ഉള്ള ദിവസങ്ങളിൽ രാവിലെ മാത്രം വരുന്ന ചില തലവേദനകളും വയറുവേദനകളും ഇല്ലേ, അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അന്നും അവിടെ ഉണ്ടായിരുന്നു 2 കുട്ടികുറുമ്പന്മാർ. അവർക്ക് രാവിലെ മാത്രമാണ് അസുഖം എന്ന്. ആ ചേച്ചി പ്രത്യേകമായിട്ട് പറഞ്ഞു പരീക്ഷ ഉണ്ടാവും, അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വയറുവേദനയും തലവേദനയും. ഈ ക്ലോക്ക് കാണാൻ നല്ല ഭംഗിയില്ല, എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ഞാനപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. മിഠായി വാങ്ങിക്കാൻ കടയിൽ കയറിയതല്ല, മെഡിക്കൽ ഷോപ്പിലാണ്. കുറച്ച് മെഡിസിൻ പുറത്തുനിന്നുണ്ട്. ആഹാരമാണ് ഔഷധമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആരും ആ ക്രമത്തിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താളം തെറ്റിയ ആഹാരവും ജീവിത രീതികളൊക്കെ നമ്മളിന്ന് കൂടുതൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പോട്ടെ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമുക്കിനി കുറച്ച് മീൻ വാങ്ങിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സമയത്ത് നമുക്കിടെ മുന്നിലേക്ക് വരാറുണ്ട് അല്ലേ. അതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഈ സമയം ഞണ്ടിൻ്റെ സീസണല്ല, ഓഫ് സീസണാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ മക്കൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞണ്ടൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ മീൻ കടയിൽ ചെന്നപ്പോൾ ആ ഒരു കടയിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അവരുടെ കാര്യമാണ് ഓർത്തത്. അവരുടെ കാര്യം മാത്രമല്ല, ആഗ്രഹിച്ചൊരു കാര്യം മുന്നിലെത്തിയതിൻ്റെ ഒരു അപ്രതീക്ഷിത സന്തോഷം എൻ്റെ മുഖത്തുണ്ടായി. അതിലൊന്നും കാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാമെങ്കിലും അവർക്കൊരു സന്തോഷം ഓർത്തുകൊണ്ട് മാത്രം ഞാനത് വാങ്ങിക്കാനായിട്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛനും ഞാനും മീനൊക്കെ വാങ്ങി. എപ്പോൾ ആരോഗ്യമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. കൂടുതൽ കാലവും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തായി ഈ ആരോഗ്യത്തെ നശിപ്പിക്കാതെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. വീണ്ടും കാണും വരെ ബൈ.